നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾ ഇത് അറിയാതെ പെട്ടി പാക്ക് ചെയ്തു പോയി പണി മേടിക്കല്ലേ. പറഞ്ഞു വരുന്നത് വിമാനയാത്രക്കാരുടെ ബാഗേജുകൾക്ക് നിശ്ചയിച്ച വലുപ്പത്തിന്റെ പരിധിയുടെ കാര്യമാണ്. ഇനി ബാഗേജ് പരിധിയുമായി ബന്ധപ്പെട്ട നടപടികൾ കർശനമാക്കാനാണ് വിമാന കമ്പനിയുടെ നീക്കം. സൗദി അറേബ്യയിലെ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്നവർക്ക് ഗൾഫ് എയർ ആണ് ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കാർഡ്ബോർഡ് പെട്ടികളുടെ വലിപ്പത്തിൽ കമ്പനി നിശ്ചയിച്ച പരിധി കൃത്യമായി പാലിക്കാൻ യാത്രക്കാരോട് വിമാന കമ്പനി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 76 സെന്റിമീറ്റർ നീളവും 51 സെന്റിമീറ്റർ വീതിയും 31 സെന്റിമീറ്റർ ഉയരവുമുള്ള ബോക്സുകൾക്ക് മാത്രമാണ് ഗൾഫ് എയർ അനുമതിയുള്ളത്. നേരത്തെ ദമാം വിമാനത്താവളത്തിൽ മാത്രം ഏർപ്പെടുത്തിയ കാർട്ടൺ വലുപ്പ പരിധി ഇപ്പോൾ സൗദിയിലെ മറ്റ് വിമാനത്താവളങ്ങളിലും ബാധകമാക്കിയതായി ഗൾഫ് എയർ അറിയിച്ചിരിക്കുകയാണ്. അനുവദിച്ചതിനേക്കാൾ കൂടുതൽ വലുപ്പത്തിലുള്ള ബാഗേജുകളുമായി നിലവിൽ എത്തുന്നവരെ വിമാനത്താവളത്തിൽ വെച്ച് അവ മാറ്റി പാക്ക് ചെയ്യിപ്പിക്കുന്ന സ്ഥിതിയുണ്ട്. വിവരമറിയാതെ ഇത്തരത്തിൽ എത്തുന്ന യാത്രക്കാർ വലിയ തുക മുടക്കി വിമാനത്താവളത്തിൽ വെച്ച് മാറ്റി പാക്ക് ചെയ്യേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഒരു പെട്ടിക്ക് 65 റിയാൽ വരെയാണ് ഇതിനായി വിമാനത്താവളത്തിൽ ഈടാക്കുന്നത്. പെട്ടിയുടെ വലുപ്പത്തിലുള്ള വ്യത്യാസം കാരണം പല സാധനങ്ങളും ബാഗേജിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത സ്ഥിതിയും പലർക്കുമുണ്ടായി. അതിനാൽ പ്രവാസികൾ ഇക്കാര്യം ശ്രദ്ധിക്കുക. അതേസമയം നേരത്തെ പ്രവാസിയുടെ വിമാനയാത്ര മുടങ്ങിയതിന് ഗൾഫ് എയർ യാത്രക്കാരന് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിട്ടിരുന്നു. തേഞ്ഞിപ്പാലം സ്വദേശി തൊണ്ടിക്കാടൻ അബ്ദുസലാം ജില്ലാ ഉപഭോക്തൃ കമ്മീഷന് നൽകിയ പരാതിയിലാണ് വിധി വന്നത്. വിസയിലും പാസ്പോർട്ടിലും വിവരങ്ങൾ വ്യത്യാസമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിമാന കമ്പനി അബ്ദുസലാമിന്റെ യാത്ര നിഷേധിച്ചത്. പരാതിക്കാരനായ അബ്ദുസലാം 20 വർഷമായി വിദേശത്ത് ഡ്രൈവർ ജോലി ചെയ്തു വരുന്നയാളാണ്. ഇദ്ദേഹത്തിന്റെ പാസ്പോർട്ടിലെ ചില വിവരങ്ങളിൽ പിഴവുണ്ടായിരുന്നു. ഇത് നിയമാനുസൃതം തിരുത്തിയ ശേഷം പുതിയ പാസ്പോർട്ടും പഴയ പാസ്പോർട്ടുമായാണ് യാത്രയ്ക്കായി വിമാനത്താവളത്തിൽ എത്തിയത്. റദ്ദാക്കപ്പെട്ടത് പഴയ പാസ്പോർട്ട് മാത്രമാണെന്നും വിസ റദ്ദാക്കിയിട്ടില്ലെന്നും ഇത് പാസ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ബോധ്യപ്പെടുത്തിയെങ്കിലും അംഗീകരിക്കാൻ ഗൾഫ് എയർ കമ്പനി അധികൃതർ തയ്യാറായില്ല. സൗദി അറേബ്യയിലെ ബന്ധപ്പെട്ടവരെ അറിയിച്ചുവെന്നും അവരും യാത്രാരേഖകൾ ശരിയല്ലെങ്കിൽ അനുമതി നൽകരുതെന്നാണ് അറിയിച്ചത് എന്നുമാണ് ഗൾഫ് എയർ ഉപഭോക്തൃ കമ്മീഷന് മുമ്പാകെ ബോധിപ്പിച്ചത്. എന്നാൽ പരാതിക്കാരന്റെ രേഖകൾ ശരിയാം വിധം പരിശോധിച്ച് വ്യക്തത വരുത്താതെയാണ് ഗൾഫ് എയർ കമ്പനി യാത്ര തടഞ്ഞത് എന്നും അതായത് സേവനത്തിലെ വീഴ്ചയാണെന്നും കെ മോഹൻദാസ് പ്രസിഡന്റും പ്രീതി ശിവരാമൻ, CV മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ അംഗങ്ങളുമായ ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ വിധിച്ചു. നഷ്ടപരിഹാര തുക കൂടാതെ വിമാന ടിക്കറ്റിന്റെ തുകയായ 24,000 രൂപയും കോടതി ചെലവായി 20,000 രൂപയും വിമാന കമ്പനി നൽകണമെന്ന് വിധിച്ചിരുന്നു. വിധി പകർപ്പ് കിട്ടി 1 മാസത്തിനകം സംഖ്യ നൽകാത്ത പക്ഷം തുക നൽകുന്നതുവരെയും 9% പലിശയും നൽകണമെന്നുമായിരുന്നു ഈ ഉത്തരവ്. ജനുവരിയിലായിരുന്നു ഉത്തരവ് പുറപ്പെടുവിച്ചത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.